ഹലോ എവ്രിവൺ, ഐപ്ലസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 12 വരെ ഫിനിഷ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 12 നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ച് റൗണ്ട് ഓഫ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അപ്പം ഞാൻ അത് വെച്ച് ഒന്ന് കണ്ടിന്യൂ ചെയ്തു തരാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം 23.65 ഉണ്ട്. ഈ നമ്പറാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചോ. ഇപ്പം നമ്മളോട് ഇതിനകത്ത് ഇപ്പം എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1 2 3 4. നമ്മളോട് പറയാണ് ഇതിനെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യാൻ പറയുകയാണെന്ന് വിചാരിച്ചോ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് അപ്പം നമുക്ക് ഇത്രയും മതി. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇനിയും കിടക്കുന്ന നമ്പർ 5 ആണ്. 5 വരുമ്പോൾ എന്ത് ചെയ്യണം എന്നൊരു സാധനം വരുമ്പോൾ ആണെങ്കിൽ ഓർത്ത് വെച്ചോണം. 5-ന് മുന്നേ ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ അതിനെ ആസ് സച്ച് അവിടെ നിർത്തിക്കോ, ഒന്നും ചെയ്യണ്ട. അപ്പം ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 23.6 എന്ന് തന്നെ ആൻസർ വരും. സപ്പോസ് നമുക്കിനി വരുന്നത് 23.75 ആണെന്ന് വിചാരിച്ചോ. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മതി, ഇവിടം വരെ മതി. ഇവിടെ കിടക്കുന്ന 5 ആണ്. 5-ന് മുന്നിൽ കിടക്കുന്ന നമ്പർ ഏതാ? ഓഡ് നമ്പർ അല്ലേ. ഓഡ് നമ്പർ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആ 23 കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടിട്ട് ആ നമ്പറിൻ്റെ ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ അതിനൊരു +1 ചെയ്ത് എഴുതണം. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്പർ 12 ചെയ്തത് ഡിവിഷൻ ആയിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴും ഇതേ പ്രൊസീജിയർ തന്നെ. കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നോക്കിയെടുക്കുക. അഡീഷനോ സബ്ട്രാക്ഷനോ വരുമ്പോൾ ഡെസിമലിന് ശേഷം ഉള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്പർ എണ്ണിയിട്ട് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുക. 5 വരുമ്പോൾ ഉള്ള കേസ് ഞാൻ പറഞ്ഞില്ല, അത് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 13. Which of the following is a consequence of the law of conservation of angular momentum? Angular momentum കൺസർവേഷനെ ബേസ് ചെയ്ത് വരുന്നത് ഇതിനകത്ത് ഏതാണ്? ഇതിനകത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഏതാ നമ്മുടെ ഇക്വേഷൻ എന്ന് അറിയാമോ? F = G m1 m2 r². ദാ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോർ ഗ്രാവിറ്റി. ഇത് ഏത് ലോയാ? ഇത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനാ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ചുള്ളതല്ല. ഇനി സ്പെറിക്കൽ ഷേപ്പ് ഓഫ് എ ലിക്വിഡ് ഡ്രോപ്പ് ഇൻ സ്പേസ്. ലിക്വിഡ് ഇങ്ങനെ സ്പെറിക്കലായിട്ടിരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷനാണ്. അപ്പം അതും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം വെച്ച് ബന്ധപ്പെടുന്ന കാര്യമല്ല. ദ സർക്കുലർ ഓർബിറ്റ് ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മോഷൻ എന്ന് പറയുന്നത് അത് ലോറൻസ് ഫോഴ്സ് ആണ്. ലാസ്റ്റ് കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ എപ്പോഴും ഒരു കാര്യം ഓർത്ത് വെച്ചേക്കണം. ഈ റൊട്ടേഷണൽ മോഷനിലുള്ളവരെല്ലാം അത്യാവശ്യമല്ല റൊട്ടേഷണൽ മോഷനിലുള്ളവരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിലുള്ളവർ. അതായത് കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുമ്പോൾ പ്ലാനറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ലോ ഓഫ് ഏരിയാസ് എന്താ പറയുന്നതെന്ന് അറിയാമോ? ലൈൻ ജോയിനിങ് planet to the sun sweeps out equal areas in equal interval of time എന്ന് പറയുന്നത്. അതായത് ഇതൊരു എലിപ്സ് ആണെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്ലാനറ്റ് കറങ്ങുന്ന ഒരു ഓർബിറ്റ് ആണെന്ന് വിചാരിച്ചോ. അപ്പം സണ്ണ് എവിടെ ഇരിക്കുന്ന കെപ്ലറിൻ്റെ ആദ്യത്തെ പറഞ്ഞത് സണ്ണ് ഇവിടെ ഉണ്ടാവും. സൺ ഒന്നുകിൽ ഇവിടെ ലോക്കസിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ലോക്കയിൽ ഉണ്ടാവും. ഇനി എന്ത് ചെയ്യണമെന്നറിയാവോ? ഫോക്കയിൽ എവിടെയെങ്കിലും ഒരെണ്ണത്തുണ്ടാവും. ഇനിയിപ്പം പ്ലാനറ്റ് ആദ്യം ഇവിടെ ഇരിക്കുകയായിരുന്നു എന്ന് വിചാരിച്ചോ. ഓക്കെ, എന്നിട്ട് ഞാനൊരു 10 സെക്കൻഡ് സമയം കഴിഞ്ഞപ്പം അത് ഇവിടായി എന്ന് വിചാരിച്ചോ. 10 സെക്കൻഡ് സമയം ഞാൻ കൊടുത്തേ. ഇനി വീണ്ടും പ്ലാനറ്റ് കറങ്ങി ഇവിടെ വരട്ടെ. വീണ്ടും ഞാനൊരു 10 സെക്കൻഡ് സമയം കൊടുത്തു എന്ന് വിചാരിച്ചോ. ഇവിടായി. അപ്പം ആദ്യം ഞാൻ നോക്കിയ ആദ്യം പ്ലാനറ്റ്സ് ഇരുന്ന ആ 2 സ്ഥലവും സണ്ണും തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പം നമുക്കൊരു ഏരിയ കിട്ടുമല്ലോ. ഇനി രണ്ടാമത്തെ ഭാഗം ഞാൻ ഒബ്സർവേഷൻ നടത്തിയില്ലേ, ആ ഭാഗം ജോയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ ഏരിയയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഈ 2 ഏരിയയും സെയിം ആകും എന്നാണ് പറയുന്നത്. അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ്. ഇതാണ് കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ. ഓക്കെ, ഇനി ഇത് വെച്ചൊരു പ്രത്യേകത പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് ക്വസ്റ്റൻ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് അറിയാമോ? +1 ഒരു പ്രാവശ്യം ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു പ്ലാനറ്റിൻ്റെ ഓർബിറ്റാണ്, ഇത് സണ്ണാണെന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു പ്ലാനറ്റ് ഉണ്ട്, അതേ പ്ലാനറ്റ് ഇവിടെയും വരികയെന്ന് വിചാരിച്ചോ. എയിൽ വെച്ചിട്ടാണോ ബിയിൽ വെച്ചിട്ടാണോ അതിന് വെലോസിറ്റി കൂടുതലെന്ന് ചോദിക്കും.
സണ്ണിൻ്റെ അടുത്ത് എപ്പോഴാണോ ഇരിക്കുന്നത് അവിടെ ആയിരിക്കും വെലോസിറ്റി കൂടുതൽ. സണ്ണിൻ്റെ ദൂരോട്ട് പോകുമ്പോഴത്തേക്കിന് ആംഗുലർ വെലോസിറ്റി കുറയും. ഇതും ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. ആംഗുലർ മൊമെൻറ്റം എപ്പോഴാണ് കൺസർവ്ഡ് ആവുന്നതെന്ന് അറിയാമോ? ഇഫ് ദർ ഇസ് നോ ടോർക്ക് അപ്ലൈഡ്. ആ കണ്ടീഷനൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ടോർക്ക് ഒന്നും കൊടുക്കുന്നില്ല എന്നൊരു കണ്ടീഷനിലാണ് ആംഗുലർ മൊമെൻറ്റം 0 ആകുന്നത്. ഇനി വേറൊരു സാധനമുണ്ട്. അതായത് കൈ സ്ട്രെച്ച് ചെയ്ത് കറങ്ങുമ്പോൾ ഉള്ള കാര്യവും കൈ ഫോൾഡ് ചെയ്ത് കറങ്ങുമ്പോൾ ഉള്ള കാര്യവും ഇല്ലേ? അതായത് കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും, അങ്ങനെയാണെങ്കിൽ ആംഗുലർ വെലോസിറ്റി കുറയും. അതായത് കൈ സ്ട്രെച്ച് ചെയ്താണ് കറങ്ങുന്നതെങ്കിൽ കറങ്ങാനുള്ള സ്പീഡ് കുറയും. കൈ ഫോൾഡ് ചെയ്തിട്ടാണ് കറങ്ങുന്നതെങ്കിൽ കറങ്ങാനുള്ള സ്പീഡ് കൂടും. ഇതെല്ലാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിക്കാണല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോൺസിക്വൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം? കെപ്ലറിന്റെ സെക്കൻഡ് ലോ ആണ്. കെപ്ലറിന്റെ സെക്കൻഡ് ലോയുടെ വേറൊരു പേരെന്താ? ലോ ഓഫ് ഏരിയ. കെപ്ലറിന്റെ ഫസ്റ്റ് ലോയുടെ പേരറിയാവോ? ലോ ഓഫ് ഓർബിറ്റ്സ്. ആൻഡ് കെപ്ലറിന്റെ തേർഡ് ലോയുടെ പേരറിയാവോ? ലോ ഓഫ് ടൈം പീരീഡ്. ലോ ഓഫ് ടൈം പീരീഡ്. ഇതിനകത്ത് ആംഗുലർ മൊമെന്റം വരുന്നത് സെക്കൻഡ് വണ്ണിലാണ്. ലോ ഓഫ് ടൈം പീരീഡ്, കെപ്ലറിന്റെ തേർഡ് ലോയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, പഠിച്ചിട്ടുണ്ടാവണം. T² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A³ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കണേ. Kepler's second law. Moving on to question number 14. The velocity of projection required for a body to become a satellite of Earth is. അതായത് ഓക്കെ, നമ്മളോട് ചോദ്യം ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലാനറ്റിൽ നിന്ന് നമ്മൾ സാറ്റലൈറ്റിനെ വിട്ടു. ഈ പ്ലാനറ്റിന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഓർബിറ്റിൽ കിടന്ന് കറങ്ങാൻ വേണ്ട വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. അതായത് ഈ പ്ലാനറ്റിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് കറങ്ങാൻ എത്ര വെലോസിറ്റി വേണം, അതിനെയാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എന്ന് വെച്ചാൽ ഏത് വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്താലാണോ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് വിട്ടിട്ട് ഈ ഒരു സാറ്റലൈറ്റിന് കടന്ന് കറങ്ങാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് എർത്ത് വിട്ടുപോകാൻ പറ്റുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി അഥവാ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ട് പോണില്ല. ആ ഫസ്റ്റ് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഓർബിറ്റിൽ അത് കടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ട് വെളിയിൽ പോയി എന്നുള്ളൊരു സാധനമാണ്, എർത്ത് വിട്ട് വെളിയിൽ പോയി. അതിനാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റിയുടെ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചേക്കണം, √gr. സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി അഥവാ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് √2gr. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റിക്ക് വേറൊരു പേരുണ്ട്, അറിയാവോ? ഓർബിറ്റൽ വെലോസിറ്റി. ഞാൻ നന്നായിട്ട് എഴുതിക്കോട്ടെ. അപ്പം ഒരു ഒബ്ജക്റ്റിന് എർത്തിൻ്റെ ചുറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാനറ്റിന് ചുറ്റും കറങ്ങാൻ വേണ്ട വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിൻ്റെ നിയറസ്റ്റ് ഓർബിറ്റിൽ കിടന്ന് കറങ്ങാൻ എത്രമാത്രം വെലോസിറ്റി വേണം, അതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. ഇതിൻ്റെ രണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √gr ആണ്, അല്ലെങ്കിൽ √gm/r ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഏത് വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്താലാണ് ഒരു പ്ലാനറ്റ് വിട്ടത് വെളിയിൽ പോകുന്നത്, അതിനെയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് കോസ്മിക് വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാവോ? √2gr അല്ലെങ്കിൽ √gm/r. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് രണ്ട് സാധനങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അതായത് GM-ന് ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാലോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ G = M/r² അല്ലേ. അപ്പോൾ ഇതിനകത്തൊന്ന് GM എന്താന്ന് പറഞ്ഞു തരുമോ? GM = gr². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കണ്ടോ, അവിടെ √gm എന്ന വാക്കിന് പകരം നമുക്ക് √gr²/r അല്ലേ, വെട്ടിപ്പോയാൽ നമ്മുടെ √gr ആയി. ഇവിടെ അതുപോലെ തന്നെ GM എന്ന വാക്കിന് പകരം ഞാൻ 2 എഴുതിയില്ല, 2GM എന്ന വാക്കിന് പകരം gr² ഇടുക, /r ഇടുക, വെട്ടിപ്പോയാൽ നമുക്ക് ഈ 2gr കിട്ടി.
ഓക്കെ ആണല്ലോ. ഇതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. നമ്മുടെ എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ അത് ചോദിക്കാറുണ്ട്. എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 11.2 km/s ആണ്. ഓക്കെ, പിന്നെ ചോദിക്കും എർത്തിൽ നിന്ന് ഏത് ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്താലാണ് ഒരു സാറ്റലൈറ്റിന് എസ്കേപ്പ് ആകാൻ പറ്റുന്നതെന്ന്. ആംഗിളിനൊരു ഡിപ്പെൻഡൻസി ഇവിടെ ഇല്ല, കാരണം ഈ ഇക്വേഷനിൽ എവിടെയും തീറ്റ എന്നൊരു വാക്കില്ല, അപ്പം തീറ്റ ഡിപ്പെൻഡൻസി ഇല്ല. പിന്നെ വേറൊരു ചോദ്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ഭാരം കൂടിയ സാറ്റലൈറ്റിനെയാണോ ഭാരം കുറഞ്ഞ സാറ്റലൈറ്റിനെ വിടാനാണോ എളുപ്പം എന്നൊരു കാര്യം. ഇവിടെ സ്മോൾ ലെറ്റർ എം അല്ലെങ്കിൽ പോകുന്നത്, ഇത് കണ്ടോ ക്യാപിറ്റൽ എം എന്നൊരു വാക്കുണ്ട്. ക്യാപിറ്റൽ എം എർത്തിൻ്റെ മാസാണ്. ഇവിടെ എവിടെയും സ്മോൾ ലെറ്റർ എം എന്നൊരു വാക്കില്ല. അതായത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ വസ്തുവിൻ്റെ മാസിനെ ഇവിടെ എങ്ങും ഡിപ്പെൻഡൻസി ഇല്ല. അപ്പം പ്രൊജക്റ്റ് ചെയ്യുന്ന മാസിൻ്റെ ആംഗിൾ എന്ത് വേണേലും ആയിക്കോട്ടെ, അതിൻ്റെ മാസ് എന്ത് വേണേലും ആയിക്കോട്ടെ, ഇതൊന്നും എസ്കേപ്പ് വെലോസിറ്റിനെയോ ഓർബിറ്റൽ വെലോസിറ്റിനെയോ ബാധിക്കുന്നില്ല. ഇവരെ ബാധിക്കുന്നത് എർത്തിൻ്റെ റേഡിയസും ആക്സിലറേഷൻ ഡ്യൂ ടു ലൈക്ക് പ്ലാനറ്റിൻ്റെ റേഡിയസും പ്ലാനറ്റിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി അല്ലേ, √gr ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 15. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ അണ്ടർഗോയിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ് ഗിവൺ ബൈ. ഈ ഇക്വേഷനിൽ ഒരു തിരുത്തുണ്ട്, അത് ഞാൻ എഴുതി കാണിച്ചു തരാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: x is equal to a sin omega t പ്ലസ് phi പ്ലസ് π/2 എന്നാണ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചിട്ടുണ്ട്, വെലോസിറ്റിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇത് ഒരു വെലോസിറ്റിയുടെ ഞാൻ ചെയ്ത് കാണിക്കാം. അതായത് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? എ സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് ബാക്കി ഒമേഗ ടി പ്ലസ് phi പ്ലസ് π/2 ഇൻറ്റു ഒമേഗ. അങ്ങനെ ആൻസർ ഉണ്ടോ? എ ഒമേഗ സൈൻ, ഒരു മിനിറ്റ്, എ ഒമേഗ സൈൻ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് ആണ് കേട്ടോ, ഇത് മിസ്റ്റേക്ക് ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് phi പ്ലസ് π/2 അല്ല കേട്ടോ, പൈ ആണേ. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഇൻവേരിയൻറ്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഇത് സെറ്റിനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ ഇൻവേരിയൻ്റ് ആയിട്ടുള്ളത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ. ഓക്കെ, എപ്പോഴും ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ വെലോസിറ്റി എന്ന വാക്ക് കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താ? ½ mv² ആണ്. ഓക്കെ ആണല്ലോ. അപ്പം വെലോസിറ്റീനെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കൈനറ്റിക് എനർജിയും ബാധിക്കുന്നുണ്ട്. ഓക്കെ, പൊസിഷൻ ഇക്വേഷൻ എന്താ? അതായത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം ബാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന കാര്യം, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ ഇൻവേരിയൻ്റ് ആയിട്ട് നിൽക്കുന്ന ആരാന്നറിയാമോ? ആക്സിലറേഷൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? അപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ ആക്സിലറേഷനും ഇൻവേരിയൻ്റ് ആണ്, മാസും ഇൻവേരിയൻ്റ് ആണ്, അപ്പോൾ ഫോഴ്സും ഇൻവേരിയൻ്റ് ആയിരിക്കും. അപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ ഇൻവേരിയൻ്റ് ആയിട്ട് നിൽക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആക്സിലറേഷനും ഫോഴ്സും ഒക്കെയാണ്. ഓർത്ത് വെച്ചേക്കണേ. Question number 17. Theoretically, the limiting values of Poisson's ratio are. പോയ്സൺ റേഷ്യോയുടെ ഏറ്റവും മിനിമം വാല്യൂ ഏതാണെന്ന് അറിയാവോ? പോയ്സൺ റേഷ്യോയുടെ ഇക്വേഷൻ അറിയാലോ അല്ലേ? ലീനിയർ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലീനിയർ അല്ലെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ഏത് ലീനിയർ അല്ലെങ്കിൽ ലാറ്ററൽ ആണെങ്കിലും ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ, ദ ഹോൾ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനോ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ചെയ്ത് വരുമ്പോൾ ഡെൽറ്റ ഡി ടൈംസ് എൽ ബൈ ഡി ടൈംസ് ഡെൽറ്റ എൽ എന്ന് വരും. ഓക്കെ ആണല്ലോ. പോയ്സൺ റേഷ്യോയുടെ ഏറ്റവും മിനിമം വാല്യൂ ഏതാണെന്ന് അറിയാവോ? -1 ആണ് മിനിമം വാല്യൂ. പോയ്സൺ റേഷ്യോയുടെ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. ഓക്കെ, ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈൻ എങ്ങനെ വരുന്നു എന്നാണ്. കാരണം ഇവിടെ എങ്ങനെ നെഗറ്റീവ് സൈൻ ഇല്ലല്ലോ, പക്ഷെ എന്നാൽ പോലും ആൻസറിൽ എങ്ങനെ നെഗറ്റീവ് സൈൻ വരുവാണെന്നാണ്. ഇപ്പോൾ ഞാനൊരു സാധനം പിടിച്ചിങ്ങനെ നീട്ടുകയാണെങ്കിൽ അതിൻ്റെ നീളം കൂടും, ഓക്കെ, പക്ഷേ അതിൻ്റെ ഡയാമീറ്റർ കുറഞ്ഞില്ലേ, ചേഞ്ച് ഇൻ ഡയാമീറ്റർ കുറയല്ലേ, അതുകൊണ്ടാണ് ചില ആൻസേഴ്സിലൊക്കെ നെഗറ്റീവ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ബി ആണ്.
മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 18. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഇൻകറക്റ്റ് എക്സ്പ്ലനേഷൻ? ലൈക്ക് കറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്, പിന്നെ അതൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബെർണോളിസ് തിയറത്തിൻ്റെ നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് അറിയാമോ? പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് നമ്മുടെ ബെർണോളിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്. പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇസ് എ കോൺസ്റ്റന്റ്. ഇതാണ് ബെർണോളിസ് തിയറം. ഓക്കെ, ബെർണോളിസ് തിയറത്തിൽ വർക്ക് ചെയ്യുന്ന ആരൊക്കെ? ബെർണോളിസ് തിയറം എന്തിനെ ബേസ് ചെയ്തുള്ളതെന്ന് അറിയാമോ? ബെർണോളിസ് തിയറം ഇസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബെർണോളിസ് തിയറത്തിൽ വർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ എയ്റോപ്ലെയിനിൻ്റെ വിങ്ങിൻ്റെ ഒരു ലിഫ്റ്റ് ഇല്ലേ, അത് എയ്റോപ്ലെയിൻ വിങ്ങിൻ്റെ ലിഫ്റ്റ് ബെർണോളിസ് തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മാഗ്നസ് എഫക്റ്റ്. മാഗ്നസ് എഫക്റ്റ് അറിയായിരിക്കുമല്ലോ അല്ലേ? അതായത് ഒരു ഫുട്ബോൾ നമ്മളിങ്ങനെ ചരിച്ചടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നേരെ പോകുന്നതിന് പകരം ഇങ്ങനെ വളഞ്ഞ് വന്ന് കയറുന്നൊരു പരിപാടിയില്ലേ, അതാണ് മാഗ്നസ് എഫക്റ്റ്. മാഗ്നസ് എഫക്റ്റ് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. പിന്നെ ലൈക്ക് നമ്മൾ ട്രെയിനിൻ്റെ അടുത്തൊക്കെ, ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൻ്റെ അടുത്ത് നിൽക്കരുത്, ട്രെയിൻ നമ്മൾ അകത്തോട്ട് വീണ് പോകും എന്നുള്ളത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. കാറ്റടിക്കുമ്പോൾ മേൽക്കൂര പോകുന്നത്, മേൽക്കൂര പറന്നു പോകുന്നത്, അത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. വെഞ്ചുറി മീറ്റർ, അത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. പിന്നെ ഇതെല്ലാമാണ് ബെർണോളിസ് തിയറത്തിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ. ഇതുപോലെ തന്നെ പഠിക്കാനുള്ള ഒരു സാധനമാണ്, അതായത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആരെ ബേസ് ചെയ്തുള്ളതാണെന്ന് അറിയായിരിക്കുമല്ലോ അല്ലേ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അതായത് A1 V1 is equal to A2 V2 എന്നുള്ളതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അതാരെ ബേസ് ചെയ്തുള്ളതാ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് വലിയ പൈപ്പിൽ കൂടെയാണോ അതോ ചെറിയ പൈപ്പിൽ കൂടെയാണോ മുന്നോട്ട് ലൈക്ക് വെള്ളത്തിന് വെലോസിറ്റി കൂടി പോകാൻ പറ്റുന്നതെന്നാണ്. ഇതിൻ്റെ ഒരു റിലേഷൻ എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ഏരിയ ഇസ് ഇൻവേഴ്സ്ലി, ഏരിയ ക്യാപിറ്റൽ എ ആണേ, ഏരിയ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. അതായത് ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറയും. അതായത് ഏരിയ കൂടുതലാണെങ്കിൽ വെള്ളം പോകുന്ന സ്പീഡ് കുറയും. ഓക്കെ, അപ്പം അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ച് ഉള്ളത്. ഇനി അടുത്ത പാസ്കൽസ് ലോയും ഇതിനകത്തുള്ളതാണ്. പാസ്കൽസ് ലോ എന്ന് പറയുമ്പോഴത്തേക്കിന് അറിയാമല്ലോ അല്ലേ? ഒരു ഐഡിയൽ ഫ്ലൂയിഡിൽ ബെർണോളിസ് തിയറത്തിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. pressure energy per unit volume, kinetic energy per unit volume and potential energy per unit volume is a constant in the case of an ideal fluid. അതാണ് ബെർണോളിസ് തിയറത്തിൻ്റെ. ഇനി പാസ്കൽ ലോയിൽ വർക്ക് ചെയ്യുന്നത്, പാസ്കൽ ലോ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു പ്രഷർ എക്സേർട്ട് ചെയ്താൽ അത് ഈക്വലി ട്രാൻസ്മിറ്റ് ആകും എന്നുള്ളൊരു സാധനമാണ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോയിൽ വർക്ക് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് അറിയുമോ? ഹൈഡ്രോളിക് വെച്ച് തുടങ്ങുന്ന എല്ലാവരും പാസ്കൽസ് ലോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഇതെല്ലാം പാസ്കൽസ് ലോനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമല്ലോ. ഇത് ഡെൽറ്റഡ് ആണ്, ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് കാരണമാണ്. ദ യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ, സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ്, സർഫസ് ടെൻഷൻ്റെ ഒരു ലൈക്ക് ബേസിക് യൂണിറ്റ് എന്താണെന്നറിയാമോ? നമ്മൾ ഫോഴ്സിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് സർഫസ് ടെൻഷൻ്റെ ഇക്വേഷൻ. അതായത് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ബൈ ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. ന്യൂട്ടൺ പെർ മീറ്റർ ആണ് സർഫസ് ടെൻഷൻ്റെ ഒരു ഇക്വേഷൻ. ഓക്കെ, ഇതിനകത്ത് ന്യൂട്ടൺ പെർ മീറ്റർ ഉണ്ട് സർഫസ് ടെൻഷൻ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആരാന്നറിയാമോ? അതായത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ ആരുടെ യൂണിറ്റാ? ഫോഴ്സിൻ്റെ. ബൈ മീറ്റർ സ്ക്വയർ ആരുടെ യൂണിറ്റാ? ഏരിയയുടെ. ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ, പ്രഷറിൻ്റെ യൂണിറ്റാണ്. ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് നോക്കട്ടെ, അത് ആരെങ്കിലും ഉണ്ടോയെന്ന്. ഇല്ല, ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ഇല്ല. ന്യൂട്ടൺ അറിയാമല്ലോ, ഫോഴ്സിൻ്റെ യൂണിറ്റുമാണ്. അപ്പോൾ നമുക്ക് വേണ്ട. ഓക്കെ, പിന്നെ ഇനിയും പറയാനുള്ളത് സർഫസ് ടെൻഷൻ്റെ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് വെള്ളം ലിക്വിഡ്സ് എല്ലാം നമ്മൾ സ്പെറിക്കൽ ഷേപ്പിലിരിക്കാൻ കാരണം സർഫസ് ടെൻഷനാണ്. അതുകൊണ്ടാണ് മറ്റേ ജീൻസ് ഒക്കെ കൊണ്ടിടുമ്പോൾ അത് പെട്ടെന്ന് നനഞ്ഞു വരാത്തത്. സർഫസ് ടെൻഷൻ കുറയ്ക്കാനുള്ള 2 മാർഗ്ഗങ്ങൾ, അതായത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവണം. അതായത് ചൂട് സൂപ്പിനാണ് ടേസ്റ്റ് കൂടുതൽ തണുത്ത സൂപ്പിനെക്കാട്ടിലും. അതായത് ഇപ്പോൾ തണുത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ അതിന് സർഫസ് ടെൻഷൻ ഉണ്ട്, അതിങ്ങനെ മുറുകിയിരിക്കുകയാണ്. ചൂടാക്കുമ്പോൾ അതിൻ്റെ സർഫസ് ടെൻഷൻ കുറയും, എന്ന് വെച്ചാൽ അത് സ്പ്രെഡ് ആകും. അപ്പോൾ നമ്മുടെ വായിൽ സൂപ്പ് ഒഴിക്കുമ്പോൾ
എല്ലാ സർഫസ് ചൂട് സൂപ്പല്ലേ, സർഫസ് ടെൻഷൻ കുറവായിരിക്കും. അതായത് സൂപ്പ് സ്പ്രെഡായി നമ്മുടെ എല്ലാ ടേസ്റ്റ് ബഡ്സിലോട്ടും അത് എത്തും. അതുകൊണ്ടാണ് ചൂട് സൂപ്പിന് ടേസ്റ്റ് കൂടുതൽ. സർഫസ് ടെൻഷൻ പിന്നെ കാരണമാണ് നമ്മൾ ജീൻസൊക്കെ പെട്ടെന്ന് വെള്ളത്തിൽ മുക്കിയാൽ അത് പെട്ടെന്ന് നനയാത്തത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ജീൻസ് നനയ്ക്കാൻ വേണ്ടി അതിനകത്ത് സോപ്പ് ഡിറ്റർജൻറ്റ് ആഡ് ചെയ്യും. അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലിക്വിഡ് ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഒരു പരിപാടിയാണ് സർഫസ് ടെൻഷൻ. അവർ നമ്മളുടെ ഫോഴ്സ് കൂടുതലാണ്, കൊഹസീവ് ഫോഴ്സ്. അത് കുറയ്ക്കാൻ 2 മെത്തേഡാണ് ഞാൻ പറഞ്ഞില്ലേ, ചൂട് സൂപ്പ്. അപ്പം ചൂട് കൊടുത്താൽ മതി, 2 സോപ്പ് ആഡ് ചെയ്താലും പറഞ്ഞില്ലേ, സോപ്പ് ആഡ് ചെയ്താലും മതി. സർഫസ് ടെൻഷൻ കുറയ്ക്കാനുള്ള 2 മെത്തേഡ്സ് ആണത്. പിന്നെ വേറെ സർഫസ് ടെൻഷനെ പറ്റി എനിക്ക് പറയാൻ വേറൊന്നുമില്ല. ഓക്കെ ആണല്ലോ. അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ ആണ് നമ്മുടെ സർഫസ് ടെൻഷൻ്റെ ആള്. Moving on to question number 20. An amount of heat Q raises the temperature of 1 gram of material A by 3 degrees Celsius and 1 gram of material B by 4 degrees Celsius. Which material has the greater specific heat capacity? Okay. Heat capacity ആണോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണോ? ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇക്വേഷൻ അറിയാവോ? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു MC ഡെൽറ്റ ടി. ഓക്കെ, നമ്മളോട് സ്പെസിഫിക് ഹീറ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്, ഇതാണ് സി ആണ് സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എം ഡെൽറ്റ ടി. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് സി. ഇപ്പോൾ ഇവരുടെ കാര്യം പറഞ്ഞേക്കുന്നത് 2 പേർക്കും ഒരേ ഹീറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ക്യൂവിൻ്റെ ഡിപ്പെൻഡൻസ് നോക്കിയിട്ട് കാര്യമില്ല. 2 പേരും 1 gram തന്നെയുണ്ട്, അപ്പോൾ അയാളെ നോക്കിയിട്ടും കാര്യമില്ല. പക്ഷേ ഒരാളുടെ ടെമ്പറേച്ചർ 3 ഡിഗ്രി സെൽഷ്യസ് കൂടി, ഒരാളുടെ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ് കൂടി. ടെമ്പറേച്ചറിന് അപ്പോൾ റോൾ ഉണ്ട്. അപ്പോൾ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസമാണ്. അതായത് ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം കൂടുതലാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കുറവായിരിക്കും, ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം കുറവാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കൂടുതലായിരിക്കും. നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് ആർക്കാ കൂടുതലെന്നാണ് പറഞ്ഞേക്കുന്നത്. സ്പെസിഫിക് ഹീറ്റ് കൂടണമെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം കുറയണം. ആർക്കവിടെ ടെമ്പറേച്ചർ കുറച്ച് മാത്രം വ്യത്യാസം വന്നത്? മെറ്റീരിയൽ എക്കാണ് 3 ഡിഗ്രി സെൽഷ്യസ് വ്യത്യാസം വന്നുള്ളൂ. ബിക്ക് 4 ഡിഗ്രി സെൽഷ്യസ് വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വരാൻ പോകുന്നത് മെറ്റീരിയൽ എക്കാണ്. ഈ സ്പെസിഫിക് കപ്പാസിറ്റി എന്താണ് എന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അതായത് 1 gram സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ എത്രമാത്രം ചൂട് വേണം, അതിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നമുക്കറിയാവുന്ന കാര്യമാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ള സാധനമാണ് വെള്ളം. ഓക്കെ, അതുകൊണ്ടാണ് പകൽ പോകുമ്പോൾ വെള്ളം തണുത്ത് കിടക്കുന്നതും രാത്രി ആകുമ്പോഴത്തേക്കിനാണ് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മാറുന്നതും. കാരണം സാധാ ടെമ്പറേച്ചർ, പിന്നെ 10ാം ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയുണ്ടോ, എണ്ണ തിളയ്ക്കാൻ വെച്ചാലാണോ വെള്ളം തിളയ്ക്കാൻ വെച്ചാലാണോ അത് പെട്ടെന്ന് തിളയ്ക്കുന്നതെന്നുള്ളത്? എണ്ണ പെട്ടെന്ന് തിളയ്ക്കും, അതൊക്കെ സ്പെസിഫിക് കപ്പാസിറ്റി കുറവാണ്. അതായത് കുറച്ച് ചൂട് മതി, പെട്ടെന്ന് തിളച്ചോളും. വാട്ടറിനാണ് സ്പെസിഫിക് കപ്പാസിറ്റി കൂടുതൽ, അതായത് കുറേ ചൂട് കിട്ടിയാലേ അത് തിളയ്ക്കുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വെള്ളത്തിന് ഈ ഹൈ സ്പെസിഫിക് കപ്പാസിറ്റി ഉള്ളത് കാരണമാണ് നമ്മുടെ ഭൂമിയിൽ ഇത്ര ആംബിയൻ ടെമ്പറേച്ചർ ഉണ്ടാവാൻ കാരണം. ഓട്ടോമൊബൈൽസിലൊക്കെ കൂളൻ്റായിട്ട് വെള്ളം ഉപയോഗിക്കാൻ കാരണം വാട്ടറിന് സ്പെസിഫിക് കപ്പാസിറ്റി ഉള്ളതാണ്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ. സ്പെസിഫിക് കപ്പാസിറ്റി. ഓക്കെ, സ്പെസിഫിക് കപ്പാസിറ്റി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സാധനങ്ങളുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചർ വ്യത്യാസത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആൻസർ മെറ്റീരിയൽ എ ആണ്. Question number 21. 1 mole of an ideal gas undergoes isothermal expansion. ഞാനതിനകത്ത് ഓരോ വാക്കുകളായിട്ട് പറഞ്ഞുതരാം. ഐസോതെർമൽ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, നിങ്ങൾക്ക് ആ വാക്കുകളൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഐസോതെർമൽ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഒരു മാറ്റവും ഇല്ല. ടെമ്പറേച്ചറിന് മാറ്റമില്ല എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇൻറ്റേർണൽ എനർജിക്കും മാറ്റമില്ല എന്നാണ്. ഇൻറ്റേർണൽ എനർജി ഇല്ല എന്നല്ല, ഇൻറ്റേർണൽ എനർജിക്കും മാറ്റമില്ല എന്ന്. ഇതാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഐസോതെർമൽ എക്സ്പാൻഷൻ ടു ഡബിൾ ഇറ്റ്സ് ഇനിഷ്യൽ വോളിയം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. In terms of the universal gas constant R, the amount of work done on this gas approximately is. Work done, isothermal processലെ work done in the equation പഠിച്ചു വെച്ചേക്കണേ. അതായത് nRT natural logarithm V2 by V1. ഇതാണ് ഐസോതെർമൽ. നമ്മൾ +1 ഇതിൻ്റെ വലിയൊരു ഡെറിവേഷനൊക്കെ വെച്ചാണ് പഠിക്കുന്നത്. ഐസോതെർമൽ പ്രോസസ്സിലെ, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ഇന്റേണൽ എനർജി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലെ വർക്ക് ഡണിൻ്റെ ഇക്വേഷനാണ് nRT നാച്ചുറൽ ലോഗറിതം V2 by V1 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കൊന്ന് ക്വസ്റ്റ്യൻസിൽ ഇട്ട് നോക്കാം. അതായത് n കൊടുത്തിട്ടുണ്ട് 1 mole of a substance എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n is equal to 1.
ഇനി അടുത്തത് ആറിനെ ആറായിട്ട് തന്നെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ശരി, ഇനി ടെമ്പറേച്ചർ എത്ര തന്നിരിക്കുന്നത്? T is equal to 100 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസിലല്ല വേണ്ടത്, നമുക്ക് അതിന് കെൽവിനിലാണ് വേണ്ടത്. അപ്പോൾ 100 + 273 ചെയ്താൽ മതി, അത് കെൽവിനിലോട്ട് ആയിക്കോളും. 373 കെൽവിൻ. ഓക്കെ, ഇനി അടുത്തത് V2. V1 എന്താ? ഇനീഷ്യൽ വോളിയം. ഇനീഷ്യൽ വോളിയത്തിനെ പറ്റി ആക്ച്വലി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഇനീഷ്യൽ വോളിയം ഉണ്ടായി എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ V1 is equal to V എന്ന് തന്നെ എടുക്കാം. ഫൈനൽ വോളിയം V2ഓ? ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ടു ഡബിൾ ഇറ്റ്സ് ഇനിഷ്യൽ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് 2V. അപ്പം നമുക്ക് എല്ലാ ആൾക്കാരും ആയിട്ടുണ്ട്. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് W is equal to N പകരം 1, R അതുപോലെ തന്നെ ഇടുക. ടെമ്പറേച്ചർ T എന്ന് പറയുന്നത് 373 കെൽവിൻ ആണ്. നാച്ചുറൽ ലോഗരിതം V2/V1 എന്ന് പറയുമ്പോൾ 2V/V. വിയും വിയും ക്യാൻസൽ ആയി പോയാൽ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 373 R നാച്ചുറൽ ലോഗരിതം 2 ആണ്. ഓക്കെ, ഈ കണക്ക് ചെയ്യുമ്പോൾ 373 ഇതാ 100 എന്നൊരു സാധനമുണ്ട്, 373 എന്നൊരു സാധനമുണ്ട്. ഓക്കെ, നമുക്ക് ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത്. ഒരിക്കലും ടെമ്പറേച്ചറിനെ ഡിഗ്രി സെൽഷ്യസിൽ ഉപയോഗിക്കരുത്. കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇക്വേഷൻ ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 373 നാച്ചുറൽ ലോഗരിതം 2R. ഈ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഐസോബാരിക് പ്രോസസ്സും അഡയാബാറ്റിക് പ്രോസസ്സും എല്ലാം പഠിച്ചു വെച്ചേക്കുക. പിന്നെ നമുക്കറിയാവുന്ന ഐസോതെർമൽ പ്രോസസ്സിൽ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് PV = N, ലൈക്ക് അത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ്. PV = nRT. ഇപ്പം N കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം, R കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ T കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഒരു ഇക്വേഷനാണ് PV = കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ 373 നാച്ചുറൽ ലോഗരിതം 2. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 22. A gas mixture at a temperature T consists of 3 gases denoted 1, 2 and 3 if their molecular masses are okay, ഭാരം okay. RMS വാല്യൂ ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് VRMS ഒരു ഇക്വേഷൻ ഉണ്ട്. RMS വാല്യൂവിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയുമോ? √3RT/m ആണ്. ഓക്കെ, അപ്പം വെലോസിറ്റി എങ്ങനെയാണ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? വെലോസിറ്റി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. അതായത് മാസ് കൂടിയാൽ വെലോസിറ്റി കുറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് മാസ് ഏറ്റവും കൂടുതൽ, ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. മാസ് M1 കൂടുതലാ, M3. ഓക്കെ, M3 ഏറ്റവും ചെറുത്, M2 പിന്നെ മാസ് കൂടുതൽ, മാസ് M1 ആണ് ഏറ്റവും വലുത്. അപ്പോൾ വെലോസിറ്റി പോകുമ്പോൾ എങ്ങനെ പോകണം? തിരിച്ചു പോകണം. അതായത് ഇങ്ങനെയാണ് പോകേണ്ടത്. ഏറ്റവും ഭാരം കുറവുള്ള ആൾക്കാർക്കും ഏറ്റവും വെലോസിറ്റി കൂടുതൽ. ഇത് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതായത് ഒരു ബോക്സിനകത്ത് ഒരു ഹൈഡ്രജനെയും സെനോണിനെയും ഒക്കെ അടച്ചു വെച്ചിരിക്കാമെന്ന് വിചാരിച്ചോ. അതിൻ്റെ മണ്ടയിൽ ഒരു ചെറിയ ഹോൾട്ടാൽ ആദ്യം ആര് എസ്കേപ്പ് ആവും? ഏറ്റവും ഭാരം കുറഞ്ഞ ആൾക്ക് വെലോസിറ്റി കൂടുതലായിരിക്കും. ഹൈഡ്രജനാണ് ഏറ്റവും ഭാരം കുറവ്, അതുകൊണ്ട് അയാൾ പെട്ടെന്ന് എസ്കേപ്പ് ആകും. ഓക്കെ, അപ്പം നിങ്ങൾ RMS വെലോസിറ്റി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കേണ്ട 2 സാധനങ്ങളാണ് ആവറേജ് വെലോസിറ്റിയും മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ എന്താണെന്ന് അറിയാമോ? √8RT/m. മോസ്റ്റ് പ്രോബബിളിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ √2RT/m ആണ്. ഇതിനകത്ത് ഈ സാധനങ്ങളും ചോദിക്കും. ഇതിനെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ V1 ലെസ് ദാൻ V2 ലെസ് ദാൻ V3. V1 ലെസ് ദാൻ V2 ലെസ് ദാൻ V3. ഓക്കെ, ഓപ്ഷൻ ഡി. അപ്പം ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.